വീണ്ടും എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കപ്പാസിറ്റേഴ്സിന്റെ കപ്പാസിറ്റീസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിന്റെ മെറ്റൽ സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സംഭവിക്കും, ഡൈഇലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സംഭവിക്കും. ഇത്രയും നമ്മൾ കഴിഞ്ഞു. അതെല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. വാട്ട് ഈസ് എ എഫക്റ്റീവ് കപ്പാസിറ്റി വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഓർ ഇൻ പാരലൽ? കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷൻ അത് ഫസ്റ്റ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ പഠിക്കുന്നു. കൺസിഡർ 3 capacitors are connected in series. 3 capacitors of capacity C1, C2 and C3 are connected in series. 3 കപ്പാസിറ്റേഴ്സിനെ എടുത്ത് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തു. Across which a battery of voltage V is applied. ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റി എത്രയാണ്? ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം. ഇതാണ് നമ്മൾ അറിയേണ്ടുന്നത്. ഇൻ സീരീസ് കോമ്പിനേഷൻ എല്ലാവർക്കും കിട്ടുന്ന ചാർജ് സെയിം ആയിരിക്കും. അതാണ് ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ്. ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ചാർജ് അക്രോസ് ഓൾ ദ കപ്പാസിറ്റേഴ്സ് റിമെയിൻസ് സെയിം. അതിന്റെ അർത്ഥം ഇവനിക്ക് കിട്ടുന്ന ചാർജ് ക്യൂ ആണെങ്കിൽ ഇവനും ക്യൂ ആയിരിക്കും, ഇവനും ക്യൂ ആയിരിക്കും. പക്ഷെ ഇവർക്കെല്ലാം കിട്ടുന്ന വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. ഇവന് കിട്ടുന്ന വോൾട്ടേജ് V1 ആണെങ്കിൽ ഇവന് കിട്ടുന്ന വോൾട്ടേജ് V2 ആയിരിക്കും, ഇവന് കിട്ടുന്ന വോൾട്ടേജ് V3. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ V കിട്ടണം. അപ്പോൾ നെറ്റ് വോൾട്ടേജ് V is equal to V1 plus V2 plus V3. ഇതാണ് ഫസ്റ്റിലെ നമ്മൾ അറിയേണ്ടുന്ന കാര്യം. ഇത്രയുമാണ്. സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് അക്രോസ് ദ കപ്പാസിറ്റേഴ്സ് റിമെയിൻസ് സെയിം ബട്ട് ദെയർ വോൾട്ടേജസ് ആർ ഡിഫറൻറ്റ്. അപ്പൊ ചോദിക്കും V1 എത്രയാ? ഞാൻ പറഞ്ഞു V1 ഈസ് ഈക്വൽ ടു Q ബൈ C1 പ്ലസ് V2 ഈസ് ഈക്വൽ ടു Q ബൈ C2. അറിയാമല്ലോ, Q ഈസ് ഈക്വൽ ടു CV. Therefore V ഈസ് ഈക്വൽ ടു Q ബൈ C. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C2 ആൻഡ് V3 ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C3. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഉടനെ വേറൊരു കാള് നോക്കി ഇവിടെ നിൽക്കുന്നൊരുത്തൻ ചോദിക്കുകയാണ്, ഇവര് 3 പേര് നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉടനെ ബാറ്ററി പറയും, ഞാൻ V വോൾട്ട് കൊടുത്തപ്പോൾ Q ചാർജ് അവർ കൊണ്ടുപോയി. ഞാൻ V വോൾട്ടേജ് കൊടുത്തപ്പോൾ Q ചാർജ് അവരെടുത്തുകൊണ്ട് പോയി. ഉടനെ നമ്മളുടെ മറ്റേ നോക്കിക്കൊണ്ടിരുന്ന കപ്പാസിറ്റർ പറയും, ഒരു കാര്യം ചെയ്യ്, അവരെ 3 പേരെയും മാറ്റിയിട്ട് എന്നെ പിടിച്ചു വെക്കൂ സാർ. അവര് V വോൾട്ടിന് Q ചാർജ് അല്ലേ, ഞാനും Q ചാർജിന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. എന്നിട്ട് അവൻ പറയും, അങ്ങനെയാണെങ്കിൽ അവര് 3 പേരും കൂടെ Q ചാർജിന് സാറിന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ സാറിന്റെ കയ്യിൽ ഞാൻ Q ചാർജിന്, അപ്പോൾ എന്നെ അവർക്ക് ഇക്വലന്റ് ആയിട്ട് സാറ് പ്രഖ്യാപിക്കണം. ഞാൻ അവർക്ക് ഇക്വലന്റ് ആണെന്ന് സാറ് പറയണം. അങ്ങനെ വേണ്ട. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ സാധാരണ പറയുന്ന ഒരു കണ്ടീഷനാണ്. ഒരു അൺലോഡ് ചെയ്യാനായിട്ട് കുറച്ച് അരി വന്നു, ലോഡ് ചെയ്തപ്പോൾ കുറെ പാക്കറ്റുകൾ വന്നു. 100 പാക്കറ്റ് ഉണ്ടെന്ന് കരുതുക. ഒരു പാക്കറ്റിന് 5 രൂപ വെച്ച് ഇറക്കാൻ 3 ആൾക്കാർ വന്ന് ആവശ്യപ്പെടുന്നു. 3 ആൾക്കാർ വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഈ 100 ചാക്ക് അരി ഇറക്കാം, ഞങ്ങൾക്ക് 5 രൂപ വെച്ച് 500 രൂപ തരണം. കടക്കാരൻ പറയും തരാം. ഇതാണ് കടക്കാരൻ പറയും തരാം, നിങ്ങൾ ഇറക്കിക്കോളാൻ പറയും. ഇതിനകത്ത് ഇയാൾ ഇറക്കുന്ന ചിലപ്പോൾ 22 പാക്കറ്റ് ആയിരിക്കും ഇറക്കുക, ഇയാൾ ഇറക്കുന്ന 50 പാക്കറ്റ് ആയിരിക്കും, ഇയാൾ ഇറക്കുന്നത് 28 പാക്കറ്റും ആയിരിക്കും. എല്ലാവരും ഡിഫറൻ്റ് ആയിട്ടാണ്. ഇതാണ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. പക്ഷെ 100 ചാക്ക് അരി ഇറക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? 500 രൂപ കൊടുക്കണം. അവർ മേടിച്ചുകൊണ്ട് പോയി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരുത്തം പറയുകയാണ്, എന്തിനാ ഇവന്മാരെ 3 നിർത്തിയത്? ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം, ഞാൻ 100 ചാക്ക് അരി ഇറക്കാം, എനിക്ക് 500 രൂപ വന്നാൽ മതി. അപ്പൊ നമ്മൾ എന്ത് പറയും? ശരി, നാളെ തൊട്ട് നീ ഒറ്റയ്ക്ക് വാ, ഇവർ ചെയ്യുന്ന അതേ പണി നീ ചെയ്തോണം. അപ്പൊ ഇവര് 3 പേരും കൂടെ 100 ചാക്ക് അരി ഇറക്കി 500 രൂപ മേടിച്ചു. ഇവൻ ഒറ്റയ്ക്കും 100 ചാക്ക് അരി ഇറക്കണം, 500 രൂപ മേടിച്ചുകൊണ്ട് പൊക്കോണം. 500 കൂടുതലും ചോദിക്കാൻ പാടില്ല, 100 കുറച്ചിറക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ 3 പേർക്ക് ഇക്വലന്റ് ആണ് ഇയാളെന്ന് പറയും. അതുപോലെ ഇവിടെ ഈ 3 കപ്പാസിറ്ററിൽ നിന്നപ്പോൾ അവരെന്താ ഉണ്ടാക്കിയത്? V വോൾട്ടേജിന് അക്രോസ് ആയിട്ട് Q ചാർജിനെ അവർ മേടിച്ചുകൊണ്ട് പോയി. ഇവൻ പറയാണ്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം, സെയിം വോൾട്ടേജ് അക്രോസ് ആയിട്ട് സെയിം ചാർജിനെ ഞാൻ മേടിക്കാം,
അപ്പൊ എന്ത് പറയണം നമ്മള്? ഈ 3 കപ്പാസിറ്ററിന് ഈക്വലന്റ് ആണ് ഇവൻ എന്ന് പറയണം. ഇപ്പോൾ എന്ത് പറയാം? V is equal to Q by C effective. That is equation number 2. ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ Q is equal to കാരണം ഈ വോൾട്ടേജ് കംപ്ലീറ്റ് ഇവന് കിട്ടും. Left hand side of these two equations are same. Therefore, right hand side same. Q by C effective is equal to Q by C1 plus Q by C2 plus Q divided by C3. Q എല്ലാം കൂടെ ക്യാൻസൽ ആയിപ്പോയി. അതിന്റെ അർത്ഥം നമുക്ക് എന്ത് പറയാം? 1 by C effective is equal to 1 by C1 plus 1 by C2 plus 1 by C3. That is, when capacitors are connected in series, effective capacity is given by the equation 1 by C effective is equal to 1 by C1 plus 1 by C2 plus 1 by C3. സാധാരണ നിങ്ങൾക്ക് എപ്പോഴും വരുന്ന 2 കപ്പാസിറ്റേഴ്സ് പാരലായിരിക്കും, സീരീസിലായിരിക്കും. അപ്പോൾ എന്തെഴുതും? 1 by C effective is equal to 1 by C1 plus 1 by C2. That is LCM എടുക്കുമ്പോൾ C1 C2 upon C1 plus C2. നമുക്ക് C effective അല്ലേ വേണ്ടത്, തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? C effective is equal to C1 C2 divided by C1 plus C2. പഠിച്ചു വെക്കണം. When 2 capacitors are connected in series, effective capacity is equal, അതായത് ഒരു 6ഉം 3ഉം കൂടെ സീരീസിൽ കണക്ട് ചെയ്തു, effective capacity എത്ര അപ്പോൾ എഴുതണം 6 into 3 divided by 6 plus 3, that is equal to 18 divided by 9, that is equal to 2 എന്ന് അപ്പോൾ എഴുതണം. അല്ലാതെ അവിടെ 1 by C effective is equal to 1 by C1 plus 1 by ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കരുത്. അതിനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ if n identical capacitors are connected in series, then C effective is equal to C by n. അതായത് ഒരു 10 വേറൊരു 10 വേറൊരു 10 വേറൊരു 10 4 പേരെ എടുത്ത് സീരീസിൽ കണക്ട് ചെയ്തിട്ട് എഫക്റ്റീവ് കപ്പാസിറ്റി അപ്പോൾ എഴുതണം C effective is equal to 10 by 4, that is equal to 2.5. എന്നാൽ ഇവർ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ that is equal to 10 by 3. അതല്ല ഇവർ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ 10 divided by 2, that is equal to 5 എന്ന് അപ്പോൾ എഴുതണം. അല്ലാതെ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. This is the effective capacity when capacitors are connected in series. അപ്പോൾ എന്തൊക്കെ പറയണം? Consider 3 capacitors C1, C2, C3 are connected in series across a source of potential V volt. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് അക്രോസ് ഓൾ ദ കപ്പാസിറ്റേഴ്സ് റിമെയിൻസ് ദ സെയിം. ഒരു കപ്പാസിറ്റർ ചാർജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഇവന് 50 കൂളംബ് ആണെങ്കിൽ ഇവർക്ക് 2 പേർക്കും, സീരീസ് ആണെങ്കിൽ 2 പേർക്കും 50 കൂളംബ് ആയിരിക്കും. പക്ഷെ അവരുടെ എല്ലാം വോൾട്ടേജസ് ഡിഫറന്റ് ആയിരിക്കും. ആൻഡ് നെറ്റ് വോൾട്ടേജ് അപ്ലൈഡ് ഈസ് ഈക്വൽ ടു V1 plus V2 plus V3, that is this. Therefore, but V1 is equal to Q by C1, V2 is equal to Q by C2, V3 is equal to Q by C3. ഇനി എന്താ പറയേണ്ടത്? These 3 capacitors are replaced by a single capacitor of capacity C effective, so that when the same voltage is applied, then charge across a capacitor remains the same. എന്നാൽ മാത്രമേ ഇവർക്ക് ഈക്വലന്റ് ആണ് ഇവനെന്ന് പറയാൻ പറ്റൂ. ഇതേ ചാർജ് തന്നെ ഇതേ വോൾട്ടേജ് അക്രോസ് ആയിട്ട് കിട്ടണം. അപ്പോൾ that is V is equal to Q by C. ഈ വിയും സെയിം എന്നല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് Q by C effective is equal to Q by C1 plus Q by C2 plus Q by C3, or 1 by C effective is equal to 1 by C1 plus 1 by C2 plus 1 by C3. നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ അതിനർത്ഥം കപ്പാസിറ്റേഴ്സിനെ സീരീസിൽ കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റി കുറയും. ഇപ്പൊ 6ഉം 3ഉം കൂടെ കണക്ട് ചെയ്യുമ്പോൾ 2 അല്ലേ കിട്ടിയത്. 6ഉം 3ഉം കൂടെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റി 2 കിട്ടിയുള്ളൂ. കപ്പാസിറ്റി കുറയും. അപ്പോൾ when capacitors are connected in series, effective capacity decreases. നോർമലി നമുക്ക് എപ്പോഴും വരുന്ന 2 capacitors ആയിരിക്കും. Therefore, when 2 capacitors are connected in series, then C effective is equal to C1 C2 divided by C1 plus C2. And if n identical capacitors are connected in series, then C effective is equal to C by n. പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പാരലൽ കോമ്പിനേഷൻ. എന്താണ് പാരലൽ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിഡർ 3 capacitors of capacity C1, C2 and C3 are connected in parallel. ഇങ്ങനെ നമ്മൾ 3 കപ്പാസിറ്റേഴ്സിനെ എടുത്ത് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു. ഇവന്റെ കപ്പാസിറ്റി C1, ഇവന്റെ കപ്പാസിറ്റി C2, ഇവന്റെ കപ്പാസിറ്റി C3, ഇവന്റെ വോൾട്ടേജ് V. പാരലൽ കോമ്പിനേഷനകത്ത് in parallel combination voltage remains the same. ഇവന് കിട്ടുന്ന വോൾട്ടേജും ഇവന് കിട്ടുന്ന വോൾട്ടേജും ഇവന് കിട്ടുന്ന വോൾട്ടേജും സെയിം ആയിരിക്കും. കാരണം ഈ ബാറ്ററി തന്നെയാണ് ഇവർക്ക് വോൾട്ടേജ് കൊടുക്കുക, ആ ബാറ്ററി തന്നെയാണ് ഇവർക്ക് കൊടുക്കുക, ആ ബാറ്ററി തന്നെയാണ് ഇവനും കൊടുക്കുക.
പക്ഷേ ഇതിലേ വരുന്ന ചാർജ് ക്യൂ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് Q1, Q2, Q3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് പറയണം? ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് അക്രോസ് ദ സെയിം കപ്പാസിറ്റേഴ്സ് ബട്ട് നെറ്റ് ചാർജ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. അപ്പൊ ചോദിക്കും Q1 എത്ര? Q1 ഈസ് ഈക്വൽ ടു C1V, Q2 ഈസ് ഈക്വൽ ടു C2V and Q3 ഈസ് ഈക്വൽ ടു C3V. ദാറ്റ് ഈസ് Q. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. പഴയതുപോലെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരുത്തൻ എന്ത് പറയും? ഇവന്മാരെ മൂന്നിനെയും അഴിച്ചു മാറ്റൂ, എന്നെ ഒറ്റയ്ക്കെടുത്ത് അവിടെ വെക്കൂ. സെയിം വോൾട്ടേജ് അക്രോസ് ആയിട്ട് എന്നെ കണക്ട് ചെയ്തു. അവന്മാർ മൂന്ന് പേരും കൂടെ മേടിച്ച ചാർജ് ഞാൻ മേടിക്കാം. അപ്പോൾ എന്നെ സി എഫക്റ്റീവ്, ഇവരുടെ എഫക്റ്റീവ് ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയും? ഹിയർ Q ഈസ് ഈക്വൽ ടു സി എഫക്റ്റീവ് A into V. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. മനസ്സിലാവുന്നുണ്ടേ? ഇവര് മൂന്ന് പേരും കൂടെ ഇന്നപ്പോൾ V വോൾട്ടേജ് അക്രോസ് ആയിട്ട് Q ചാർജിനെയാണ് ഇവർ മൊത്തത്തിൽ മേടിച്ചത്. ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും V വോൾട്ടേജ് അക്രോസ് ആയിട്ട് Q ചാർജിനെ മേടിച്ചാൽ ആ കപ്പാസിറ്ററിനെ മറ്റേവരുടെ എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ അത് എഴുതി. രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് സി എഫക്റ്റീവ് A into V is equal to C1V plus C2V plus C3V. വികളെല്ലാം കൂടെ ക്യാൻസൽ ആയിപ്പോയി. Therefore, C effective is equal to C1 plus C2 plus C3. അപ്പൊ കപ്പാസിറ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റി കൂടും. C1 plus C2 plus C3 plus C3. N identical capacitors are connected in parallel, then C effective is equal to NC. C plus C plus C plus C. അപ്പോൾ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റി കുറയും, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റി കൂടും. റെസിസ്റ്റൻസിന് നേരെ തിരിച്ചാണ്. റെസിസ്റ്റൻസ് സീരീസിലാണ് R1 plus R2 plus R3 വരിക. പാരലായിട്ട് വരുമ്പോഴാണ് 1/R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു വരിക. ഇതിൽ രണ്ടിന്റെയും ഡെറിവേഷൻസ് നമ്മൾ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. മനസ്സിലാവുന്നുണ്ടേ? അപ്പൊ പാരലായിട്ട് ഒന്നുകൂടെ പറയുന്നു. Consider three capacitors of capacity C1, C2, C3 are connected in parallel across a source of potential V volt. In parallel combination, voltage across the capacitors remains the same, but their charges are different. Net charge Q is equal to Q1 plus Q2 plus Q3. Q1 is equal to C1V, Q2 is equal to C2V, Q3 is equal to C3V. If these three capacitors are replaced by a single capacitor of capacity C effective, so that when the same voltage source is connected across that capacitor, then charge across the capacity is Q, then Q is equal to C effective A into V. From these two equations, left hand sides are same. Therefore, C effective A into V is equal to C1 plus C2, C1V plus C2V plus C3V. V കളെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. Therefore, C effective is equal to C1 plus C2 plus C3. And if there are n identical capacitors are connected in parallel, then C effective is equal to NC. അപ്പോൾ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ മനസ്സിലായല്ലോ. സീരീസ് ആൻഡ് പാരലൽ അപ്പൊ സീരീസ് കോമ്പിനേഷൻ അത് ചാർജ് സെയിം, പാരലൽ കോമ്പിനേഷൻ അത് വോൾട്ടേജ്, അതും മറന്നു പോരും. സീരീസ് കോമ്പിനേഷൻ അത് ചാർജ് സെയിം ആണ്, പാരലൽ കോമ്പിനേഷനകത്ത് വോൾട്ടേജ് സെയിം ആണ്. എല്ലാവർക്കും കിട്ടുന്ന വോൾട്ടേജ് സെയിം, സീരീസിനകത്ത് എല്ലാവർക്കും കിട്ടുന്ന ചാർജ് സെയിം. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് കഴിഞ്ഞു, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ഇനി നമുക്കൊരു 3 കാര്യങ്ങൾ കൂടി പഠിച്ചാൽ ചാപ്റ്റർ തീരും. 3 കാര്യങ്ങൾ. ഒന്ന്, എനർജി സ്റ്റോർഡ് എന്താണ്, അത് കഴിഞ്ഞാൽ എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പൊ എനർജി സ്റ്റോർഡ് എന്താ? എനർജി സ്റ്റോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു, എനിക്ക് ഇതിനകത്തേക്ക് ഒരു 100 ചാർജിനെ കൊടുക്കണം. 100 ചാർജിനെ ഇവന് സപ്ലൈ ചെയ്യണം. ഞാൻ ഒരു ചാർജ് കൊടുക്കും, അപ്പോൾ അവൻ അങ്ങ് മേടിക്കും, ഒരു പ്രശ്നവും പറയില്ല, മേടിക്കും. പക്ഷേ രണ്ടാമത്തെ ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവൻ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. എന്താ? ആദ്യമേ ചെന്നിരുന്നവൻ രണ്ടാമത്തെ ചാർജിനെ റിപ്പൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ റിപ്പൾഷൻ അഗൻസ്റ്റ് ആയിട്ട് ഇവനെ കൊണ്ടുകൊടുക്കാൻ ഇച്ചിരി വർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത് ഇവനെ കൊണ്ടുവന്ന് വെച്ചു. 2 പേരായി. മൂന്നാമത്തെ ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഇവന്മാർ 2 പേരും കൂടി ഒപ്പോസ് ചെയ്യും. അപ്പൊ നേരത്തെ ചെയ്തതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യണം. മൂന്നാമത്തവൻ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത വരുന്ന 4-മത്തവനെ ഇവന്മാർ 3 പേരും കൂടെ റിപ്പൽ ചെയ്യും. അപ്പൊ അങ്ങനെ
ഒരു ബോഡിയിലേക്ക് നമ്മളിങ്ങനെ ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സമയത്തും ഒപ്പോസിഷൻ കൂടി വരുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ട, അപ്പം ആദ്യമേ ചുമ്മാ കൊണ്ട് വെച്ചു, പിന്നെ ഇച്ചിരി തള്ളി വെച്ചു, പിന്നെ നല്ലവണ്ണം തള്ളി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചാർജിന്റെ എമൗണ്ട് കൂടുന്തോറും നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണും കൂടി. അപ്പോൾ വർക്ക് ഡൺ കോൺസ്റ്റന്റ് ആയിട്ടല്ല ചെയ്യുന്നത്. വർക്ക് ഡൺ ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതിന്റെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തേ മാർഗമുള്ളത്? ഇന്റഗ്രേഷൻ. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? വളരെ ചെറിയൊരു വർക്കിനെ എടുത്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പറയുന്ന മനസ്സിലാവുന്നില്ല, പലപ്പോഴായിട്ട് പറയുന്നതാണ്, നമ്മുടെ പൊട്ടൻഷ്യലൊക്കെ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഹിയർ വർക്ക് ഡൺ ഈസ് കണ്ടിന്യൂ. അറിയാമോ, പോസിറ്റീവ് ചാർജിന് ഇൻഫിനിറ്റി കൊണ്ടുവന്നപ്പോൾ അടുത്തേക്ക് വരുന്ന ഒരു ഒപ്പോസിഷൻ കൂടുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യണം, അതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ ഈ ബോഡിയിലേക്ക് ഒരു ചാർജിനെ കൊടുത്തു, രണ്ടാമത്തെ കൊടുക്കുമ്പോൾ ഇച്ചിരി വർക്ക് ചെയ്തു, മൂന്നാമത്തെ ഇച്ചിരി കൂടുതൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഓരോ ചാർജിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും വർക്ക് കൂടി. അപ്പോൾ വർക്ക് ഡൺ ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? വളരെ ചെറിയൊരു വർക്ക് എടുത്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ വർക്ക് ഡൺ ആണ് എനർജി സ്റ്റോർഡ്. അപ്പോൾ വാട്ട് ഈസ് എനർജി സ്റ്റോർഡ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഏജന്റ്. സാധാരണ ബാറ്ററി, ഒരു കപ്പാസിറ്ററിനായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ബാറ്ററി എടുത്ത് വെക്കുമ്പോൾ ഇവനെ ചാർജ് ചെയ്യേണ്ട ജോലി ബാറ്ററിക്കാണ്. അപ്പൊ ബാറ്ററിയാണ് ഇവിടെ വർക്ക് ചെയ്യുക. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഏജന്റ് ടു ഇൻക്രീസ് എ ചാർജ് അക്രോസ് എ കപ്പാസിറ്റർ ഫ്രം 0 ടു മാക്സിമം ക്യൂ. 0യിൽ നിന്ന് മാക്സിമം ക്യൂവിൽ എത്തിക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജന്റ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ആണ്. അപ്പോഴാണ് നമ്മൾ ഈ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ചെറിയൊരു വർക്ക് എടുത്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ശരി, നമുക്ക് തുടങ്ങാം. അപ്പൊ ഇവന്റെ ചാർജ് 0യിൽ നിന്ന് ക്യൂവിലെത്തുമ്പോൾ ഇവന്റെ വോൾട്ടേജും വി ആവും, ക്യാപിറ്റൽ വി. കാരണം ചാർജ് കൂടുമ്പോൾ വോൾട്ടേജും കൂടും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഏജന്റ് ടു ഇൻക്രീസ് എ ചാർജ് അക്രോസ് എ കണ്ടക്ടർ ഫ്രം 0 ടു ക്യൂ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ദ കണ്ടക്ടർ ഫ്രം 0 ടു വി. രണ്ടും ശരിയാണ്. 0യിൽ നിന്ന് മാക്സിമം ചാർജിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ 0യിൽ നിന്നും മാക്സിമം വോൾട്ടേജിൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു, കൺസിഡർ എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റി സി. ഇനിഷ്യലി ചാർജ് ഈസ് ക്യൂ. ഇറ്റ് ഈസ് ചാർജ്ഡ് ടു എ മാക്സിമം ഓഫ് ക്യാപിറ്റൽ ക്യൂ, ദെൻ ദ വോൾട്ടേജ് ഈസ് ഇൻക്രീസ് ടു ക്യാപിറ്റൽ വി. അങ്ങനെ 0യിൽ നിന്നും മാക്സിമത്തിലേക്ക് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ അവന്റെ ചാർജ് സ്മാൾ ക്യൂ ആണെന്നിരിക്കും. അതായത് എനിക്ക് 0യിൽ നിന്നും 1000 ചാർജ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ ഏതെങ്കിലും സമയത്ത് ഇവന്റെ ചാർജ് 96 ആണെന്ന് കരുതുക. അതാണ് ആ ഇൻസ്റ്റന്റിൽ അവന്റെ വോൾട്ടേജ് എന്തായിരിക്കും? സ്മാൾ വി. അപ്പൊ നമുക്ക് പറയാം കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സ്മാൾ വി. ഈ ചാർജിനെ ഒരു അല്പം കൂട്ടണം. എത്ര കൂട്ടണം? ഡി ക്യൂ കൂട്ടണമെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? വർക്ക് ഡൺ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി ക്യൂ. വി ഇൻറ്റു ഡി ക്യൂ. സാധാരണ ക്യൂ ഇൻറ്റു ഡി വി ആണ്. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചാണ്. തിരിച്ച് പൊട്ടൻഷ്യൽ ഇൻറ്റു ഡിഫറൻസ് ഇൻ ചാർജ് എന്ന് എടുത്താലും കുഴപ്പമില്ല. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ പൊട്ടൻഷ്യൽ ഇൻറ്റു ഡിഫറൻസ് ഇൻ ചാർജ്, അങ്ങനെയും എടുക്കാം. അപ്പോൾ വർക്ക് ഡൺ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി ക്യൂ. വിയുടെ വാല്യൂ ഇവിടെ നിന്നെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. ഇതാണ് ചെറിയ വർക്ക് ഡൺ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എത്ര? ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഡബ്ല്യു. എവിടം തൊട്ട് എവിടം വരെ? 0 മുതൽ ക്യൂ വരെ. കാരണം ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ഡി ക്യൂ ആണ്, ചാർജ് ആണ് ചേഞ്ച് ചെയ്യുക. അതുകൊണ്ടാണ് 0 മുതൽ ക്യൂ വരെ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ ഡിവൈഡഡ് ബൈ സി ഫ്രം 0 ടു ക്യൂ. ഇവിടെ സി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കുമ്പോൾ 1/c ഇൻറ്റു ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ ഫ്രം 0 ടു ക്യൂ. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്താണെന്ന് അറിയാമല്ലോ. എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/c ഇൻറ്റു ക്യൂ റൈസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ഫ്രം 0 ടു ക്യാപിറ്റൽ ക്യൂ. ആദ്യമേ ഈ ക്യൂവിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ 1/c ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ സ്ക്വയർ ബൈ 2 മൈനസ്
പിന്നീട് ക്യൂവിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0 square a divided by 2. That is, answer is equal to half q square divided by c. This is the equation for work done. This work done is stored as the energy. Therefore, energy stored is equal to half q square by c. Half q square by c. This is the equation for energy stored. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇനി ഞാൻ സ്പീഡിൽ അങ്ങ് പോകും. Consider a conductor is charged from 0 to its maximum value q, or potential is increases from 0 to its v. Your capacity C ആണ്. During this charging, at a particular instant, its instantaneous charge is equal to q, corresponding potential is v, then capacity C is equal to q divided by v. To increase this charge by a very small amount dq, the work done dw is equal to v dq. Substitute the value of v from here, that is equal to q by c into dq. Therefore, total work done to increase from 0 to q, w is equal to integral from 0 to q dw. That is equal to integral from 0 to q divided by c into dq. That is c constant ആയതുകൊണ്ട് 1 by c into integral q dq. Integral q dq is from 0 to capital Q. Integral q dq is equal to 1 by c into q square a divided by 2 from 0 to capital Q. Capital small q ന്റെ സ്ഥാനത്ത് ആദ്യമേ അപ്പർ ലിമിറ്റ് ഇടുമ്പോൾ half q square a divided by 2 minus q ന്റെ സ്ഥാനത്ത് 0 ഇടുമ്പോൾ 0 square a divided by 2. That is equal to half q square divided by c. ഈ ഇന്റഗ്രേഷൻ ഒക്കെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, ഇന്റഗ്രേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അന്തം വിട്ടിരിക്കുന്നവരുണ്ടാകാം, പോയി നേരെ നമ്മുടെ ഇതിനകത്ത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ബേസിക്സ് ഇൻ ഫിസിക്സ്, ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ഒക്കെ ഞാൻ വിശദമായിട്ട് ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എടുത്ത് നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാവും, ഇല്ലെങ്കിൽ മനസ്സിലാകില്ല. അപ്പൊ നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. This is stored as the energy. Therefore, energy is equal to half q square divided by c. അപ്പോൾ ഒരാൾ ചോദിക്കും, സാറേ q is equal to cv അല്ലേ? ഞാൻ പറഞ്ഞതേ. എന്നാ പിന്നെ ക്യൂവിന് പകരം അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? നമ്മൾ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഹാഫ് സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി. ഒരു സിയും സിയും കൂടെ ക്യാൻസൽ ആയാൽ അടുത്തൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. സെക്കൻഡ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ എന്താണ്? ചാർജിങ് കപ്പാസിറ്റിയും തരികയാണെങ്കിൽ എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ചാർജും പൊട്ടൻഷ്യലും തരികയാണെങ്കിൽ യു ഈസ് ഈക്വൽ ഹാഫ് സി വി സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടേ? ഹാഫ് സി വി സ്ക്വയർ. അപ്പൊ ചോദിക്കും, ശരി സിക്ക് പകരം ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ചെയ്യൂ. അപ്പൊ എന്ത് കിട്ടും? ഹാഫ് ക്യൂ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സിക്ക് പകരം എന്തെഴുതാം? സി ഈസ് ഈക്വൽ ക്യൂ ഡിവൈഡഡ് ബൈ വി. അങ്ങനെ ഒരു ക്യൂവും കൂടെ ക്യാൻസൽ ആകുമ്പോൾ പുതിയൊരു ആൻസർ കിട്ടും, ഹാഫ് ക്യൂ വി. ദീസ് ആർ ദ 3 ഇക്വേഷൻ ഫോർ എനർജി സ്റ്റോർഡ് ബൈ എ കപ്പാസിറ്റർ. ഒന്നുകിൽ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി, അല്ലെങ്കിൽ ഹാഫ് സി വി സ്ക്വയർ, അതുമല്ലെങ്കിൽ ഹാഫ് ക്യൂ വി. അപ്പൊ ചാർജും കപ്പാസിറ്റിയും തരികയാണെങ്കിൽ ഇത് ഉപയോഗിച്ചോണം. ചാർജ് കപ്പാസിറ്റിയും വോൾട്ടേജും തരികയാണെങ്കിൽ ഇത് ഉപയോഗിച്ചോണം. അതല്ല ചാർജും പൊട്ടൻഷ്യലും തരികയാണെങ്കിൽ ഹാഫ് ക്യൂ വി ഉപയോഗിച്ചോണം. ദീസ് ആർ ദ ഇക്വേഷൻസ് ഫോർ എനർജി സ്റ്റോർഡ് ബൈ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ അടുത്ത ഒരു സാധനം കൂടിയുണ്ട്. എനർജി ഡെൻസിറ്റി എന്താണ്? എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റി. അപ്പൊ ആദ്യമേ മനസ്സിലാക്കേണ്ട എനർജി ഡെൻസിറ്റി എന്താണ്? എനർജി ഡെൻസിറ്റി ഈസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് എനർജി ഡെൻസിറ്റി. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുന്നു. ഇതിന് ക്യൂ ചാർജും ഇതിന് മൈനസ് ക്യൂ ചാർജും കൊടുക്കുമ്പോൾ ഇതിനിടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവും. ഇവരുടെ ഡിസ്റ്റൻസ് ഡി ആണ്. അറിയാമല്ലോ, നേരത്തെ നമ്മൾ പഠിച്ച പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇവൻ എനർജി കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാമോ?
Electrical energy is always stored in the electric field. Magnetic energy is stored in the magnetic field. ഇവിടെ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്? ഈ രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉള്ളത്. ഈ രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിലാണ്. ഇത്രയും ഭാഗത്താണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അവിടെയാണ് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ എഴുതും എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ഹാഫ് CV² ഡിവൈഡഡ് ബൈ ഇവരുടെ വോളിയം. ഇവന്റെ ഏരിയയെയും ഡിസ്റ്റൻസ് ഡിയുമാണെങ്കിൽ ഇവന്റെ വോളിയം എത്രയാണ്? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. മനസ്സിലായോ? എനർജി സ്റ്റോർഡ് ഹിയർ. എവിടെ? ഈ പ്ലേറ്റുകൾക്കിടയിൽ. ആ പ്ലേറ്റുകൾക്കിടയിലുള്ള വോളിയമാണ് എ ഇൻറ്റു ഡി. Therefore എനർജി ഡെൻസിറ്റി ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ യൂണിറ്റ് വോളിയം. ഇനി that is it is equal to half. സിയുടെ വാല്യൂ എത്രയാണ്? പാരലൽ പ്ലേറ്റിന്റെ ε0 A/D ഇൻറ്റു V² ഡിവൈഡഡ് ബൈ AD. ഇത് സിയുടെ വാല്യൂ ആണ്. ബാക്കിയെല്ലാം അതുപോലെ ഹാഫ് V² AD അതുപോലെ ഇട്ടു. സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എന്ത് പറ്റും? ഒരു എയും കൂടെ ക്യാൻസൽ ആയി. അപ്പോൾ ഇങ്ങനെ കിട്ടും ഹാഫ് ε0 V² ഡിവൈഡഡ് ബൈ D². V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ് V ബൈ ഡി എന്ന് പറയുന്നതല്ലേ E ഈസ് ഈക്വൽ ടു V ബൈ ഡി. അപ്പോൾ V² ബൈ D² പകരം എന്തെഴുതാം? E². Therefore it is equal to half ε0 E². This is the equation for energy density. അപ്പോൾ energy density of a parallel plate capacitor is equal to half ε0 E². This is the equation for energy density. മനസ്സിലായോ എന്തോ? അപ്പൊ എനർജി ഡെൻസിറ്റി is the energy stored in unit volume. പഠിച്ചു വെക്കുക. In the case of a parallel plate capacitor, energy stored is equal to half C. നമ്മളിപ്പോൾ പഠിച്ചല്ലോ half CV² by AD. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ε0 A/D. അപ്പൊ ഹാഫ് ε0 A/D ഇൻറ്റു V² ഡിവൈഡഡ് ബൈ AD. എയും എയും ക്യാൻസൽ ആയി. ഡിയും കൂടെ D². അതാണ് ഹാഫ് ε0 V² ബൈ D². ബട്ട് V ബൈ ഡി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഹാഫ് ε0 E². ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ എനർജി ഡെൻസിറ്റി. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ കപ്പാസിറ്ററിനിടയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡൈഇലക്ട്രിക് ഉണ്ടായിരുന്നു എങ്കിൽ then energy density U bar is equal to half ε0 KE². എപ്പോഴും ഓർക്കുക, വാക്വത്തിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ എയറിന്റെ സ്ഥാനത്ത് ഒരു മീഡിയം വരികയാണെങ്കിൽ ε0 കൂട്ടത്തിൽ K വരും. അപ്പൊ എനർജി ഡെൻസിറ്റി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡൈഇലക്ട്രിക് മീഡിയം ഇറ്റ് ഈസ് ഈക്വൽ ടു half ε0 E². If there is a dielectric medium is present completely in between the plates, then energy density is equal to half ε0 KE². This is the equation for energy density. നമുക്കിനി ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് പഠിക്കാം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരും. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്. എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് എന്ന് ചോദിച്ചാൽ, കൺസിഡർ two spherical conductors of radius R1 and R2. നന്നായിട്ട് മനസ്സിലായിക്കോണം. Two spherical conductors of radius R1 and R2. ഇവരുടെ കപ്പാസിറ്റി C1 and C2. ഇതിന് ഞാൻ കുറച്ച് ചാർജ് കൊടുക്കുന്നു Q1, ഇവന് ഞാൻ കുറച്ച് ചാർജ് കൊടുക്കുന്നു Q2. ചാർജ് കൊടുക്കുമ്പോൾ ഇവനൊരു വോൾട്ടേജ് ഉണ്ടാവും V1, ഇവനൊരു വോൾട്ടേജ് ഉണ്ടാവും V2. ചാർജ് കൊടുക്കണമെങ്കിൽ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ എനർജി ഉണ്ടാവും U1, ഇവൻ എനർജി ഉണ്ടാവും U2. മനസ്സിലായോ? അപ്പൊ കൺസിഡർ two spherical conductors of radius R1 R2, capacity C1 C2, charge Q1 Q2, potential V1 V2 and energy stored U1 and U2. നമ്മൾ പഠിച്ച എല്ലാം വന്നു. ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവരെ രണ്ടുപേരെയും കൂടി നമ്മളൊരു വയർ വെച്ച് ഇങ്ങനെ പതുക്കെ കണക്ട് ചെയ്യും. These two conductors are connected by a wire. ഇവർ രണ്ടുപേരെയും ഒരു വയർ വെച്ച് നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റേഡിയസിന് മാറ്റം വരൂല.
റേഡിയസിന് മാറ്റം വരുമോ? രണ്ട് സ്പിയറുകളെ മെറ്റാലിക് സ്പിയറുകളെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്താൽ റേഡിയസിന് മാറ്റം. റേഡിയസിന് മാറ്റം വരാത്തത് കൊണ്ട് കപ്പാസിറ്റികൾക്കും മാറ്റം വരില്ല. പക്ഷേ ഇവിടെ നിന്ന് ചാർജ് അങ്ങോട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കോ ഫ്ലോ ചെയ്യും. അപ്പൊ ചോദിക്കുന്നത് അതെന്താ സാറേ, അവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല? പറ്റും. വോൾട്ടേജ് കൂടുതൽ എവിടെയാണോ, ഹയർ പൊട്ടൻഷ്യൽ എവിടെയാണോ, ഹയർ പൊട്ടൻഷ്യൽ V1 ആണ് കൂടുതലെങ്കിൽ ഇവിടെ നിന്ന് ചാർജ് അങ്ങോട്ട് ഫ്ലോ ചെയ്യും. V2 ആണ് കൂടുതലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. മനസ്സിലായില്ലേ? ദെൻ ചാർജ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. എപ്പോഴും വരെ? രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആകുന്നത് വരെ. അപ്പൊ ഇവിടെ നിന്ന് ചാർജ് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ചാർജ് കുറഞ്ഞ് Q1' ആവും, ഇവിടെ ചാർജ് Q2' ആവും. ഉറപ്പായിട്ടും ചാർജ് പോകുമ്പോൾ എനർജിയും മാറും, U1' ആൻഡ് U2'. ഇതാണ് ഇത് ബിഫോർ കണക്ഷൻ. കണക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കണ്ടീഷനാണ് ഇത്. ഇത് ആഫ്റ്റർ കണക്ഷൻ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ ചാർജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് നമ്മൾ പറയുന്ന പേരാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. അപ്പൊ കൺസിഡർ ടു കണ്ടക്ടേഴ്സ് ഓഫ് കപ്പാസിറ്റി റേഡിയസ് R1 R2. റേഡിയസിന് പറയേണ്ട കാര്യമില്ല. കപ്പാസിറ്റി C1 C2, പൊട്ടൻഷ്യൽ V1 V2, ചാർജ് Q1 Q2, എനർജി സ്റ്റോർഡ് U1 U2. കാരണം ഇത് സ്പിയർ ആയതുകൊണ്ടാണ് റേഡിയസ് വന്നത്. അല്ലെങ്കിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അവിടെ റേഡിയസ് വരില്ല. അപ്പൊ റേഡിയസ് ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, റേഡിയസിനെ കുറിച്ച് പറയണമെന്നുമില്ല. അപ്പൊ കാരണം രണ്ടുപേരും ഡിഫറെന്റ് കണ്ടീഷൻസിൽ ഇരിക്കുകയാണ്. ചാർജ് Q1 Q2, പൊട്ടൻഷ്യൽ V1 V2, എനർജി സ്റ്റോർഡ് U1 U2, കപ്പാസിറ്റി C1 C2. രണ്ടിനെയും കൂടെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇതാണ് ഹയർ എങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട്, ഇതാണ് ഹയർ എങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട്. എപ്പോഴും വരെ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആകുന്നത് വരെ. അതിന് പറയുന്ന പേരാണ് കോമൺ പൊട്ടൻഷ്യൽ. ശ്രദ്ധിക്കണേ, ദാറ്റ് കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. കോമൺ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് കപ്പാസിറ്റി. രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ കോമൺ ആയിട്ട് മാറിയ ഈ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. കണക്ഷന് മുമ്പ് ഇതിന് ശേഷം ഈ കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് അത്. അതിന്റെ ആൻസർ പഠിച്ചു വെക്കണം. കോമൺ പൊട്ടൻഷ്യൽ V is equal ടോട്ടൽ ചാർജ് Q1 plus Q2. Q1 is equal to C1 V1, Q2 is equal to C2, Q is equal to CV. അതുകൊണ്ട് എഴുതി കോമൺ പൊട്ടൻഷ്യൽ V is equal to C1 V1 plus C2 V2 divided by C1 plus C2. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത്. കോമൺ പൊട്ടൻഷ്യൽ is equal to C1 V1 plus C2 V2 divided by C1 plus C2. കപ്പാസിറ്റിക്ക് വല്ലതും സംഭവിച്ചോ? കപ്പാസിറ്റിക്ക് ചാർജും വോൾട്ടേജുമായിട്ടും ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അവനൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ ചോദിക്കും, സാർ ഇവിടെ പിന്നെന്ത് സംഭവിച്ചു? ചാർജ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചാർജ് Q1' എത്ര? Q1' is equal to C1V. Q2' എത്ര? Q2' is equal to C2V. അപ്പോൾ ചോദിക്കും Q1' ഡിവൈഡഡ് ബൈ Q2' എത്ര? C1 ഡിവൈഡഡ് ബൈ C2. അതായത് കപ്പാസിറ്റി കൂടിയവന് കൂടുതൽ ചാർജ് കിട്ടും, കപ്പാസിറ്റി കുറഞ്ഞവന് കുറച്ച് ചാർജുമായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റി കൂടുതൽ ചാർജ് കിട്ടും, കപ്പാസിറ്റി കുറഞ്ഞവന് കുറച്ച് ചാർജ് കിട്ടും. അത് ഞാൻ പറയാം. അപ്പൊ ചോദിക്കും, ശരി സാറേ പിന്നെ ചാർജ് മാറി, പൊട്ടൻഷ്യൽ മാറി, കപ്പാസിറ്റി ഞാൻ പറഞ്ഞു മാറിയില്ല, ഇനി എന്തെങ്കിലും? ഞാൻ പറഞ്ഞ എനർജിക്ക് മാറ്റം വരും. ഇവിടെയാണ് വിഷയം. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എനർജി ലോസോ ഗെയിനോ ഉണ്ടായോ? അതാണ് ഇവിടുത്തെ വിഷയം. ഈസ് എനി ലോസ് ഓർ ഗെയിൻ? ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോണത് ടോട്ടൽ ഇനിഷ്യൽ എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കുന്നു. ബിഫോർ കണക്ഷൻ, കണക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ടോട്ടൽ എനർജി എത്രയാണ്? ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ. ഇവന്റെ എനർജി സ്റ്റോർഡ് ഹാഫ് C1 V1 സ്ക്വയർ, ഹാഫ് CV സ്ക്വയർ എനർജി സ്റ്റോർഡ്. ഇവന്റെ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഹാഫ് C2 V2 സ്ക്വയർ. ഇതാണ് ടോട്ടൽ ഇനിഷ്യൽ എനർജി. അപ്പോൾ ചോദിക്കും ടോട്ടൽ ഫൈനൽ എനർജി സ്റ്റോർഡ് എത്രയാണ്? ഞാൻ പറഞ്ഞു ഹാഫ് C1 V സ്ക്വയർ.
half C2 V square. That is equal to half C1 V square A plus half C2 V square. That is equal to half C1 plus C2 into V square. V common ആയതുകൊണ്ട്. അപ്പൊ ടോട്ടൽ ഇനിഷ്യൽ എനർജി ബിഫോർ കണക്ഷനും കിട്ടി, ടോട്ടൽ എനർജി ആഫ്റ്റർ കണക്ഷനും കിട്ടി. എന്നിട്ട് നമ്മൾ പറയാൻ പോണത് ഇതാണ്, ശ്രദ്ധിച്ചോണം. ഞാൻ യു ഇനിഷ്യലിൽ നിന്നും യു ഫൈനൽ മൈനസ് ചെയ്യുന്നു. ഇനിഷ്യലിൽ നിന്നും ഫൈനൽ മൈനസ് ചെയ്യും. ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇനിഷ്യൽ എനർജി കൂടുതലാണ്, ഫൈനൽ എനർജി കുറവാണ്. അതിന്റെ അർത്ഥം എനർജി നഷ്ടപ്പെട്ടു. ഇനിഷ്യൽ എനർജി 1000, ഫൈനലി നോക്കിയപ്പോൾ 800. അതിന്റെ അർത്ഥം 1000 ഉണ്ടായിരുന്നു 800 ആയിട്ട് കുറഞ്ഞു, അപ്പൊ എനർജി നഷ്ടപ്പെട്ടു. ഇനി നെഗറ്റീവ് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? നെഗറ്റീവ് വന്നാൽ ഫൈനൽ എനർജി കൂടുതലാണ്. ഇവിടെ 800 ഉണ്ടായിരുന്നു, കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1000 കിട്ടി, അതിന്റെ അർത്ഥം എനർജി ഗെയിൻ ചെയ്തു. 0 വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇനിഷ്യൽ എനർജി 1000, ഫൈനൽ എനർജിയും 1000. ദാറ്റ് ഈസ് നോ ലോസ്. അപ്പൊ നമ്മൾ നോക്കാൻ പോണ ഇതാണ്, യു ഇനിഷ്യലെ മൈനസ് യു ഫൈനലി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ? പോസിറ്റീവ് ആണെങ്കിൽ എനർജി ലോസ്, നെഗറ്റീവ് ആണെങ്കിൽ എനർജി ഗെയിൻ. നമ്മൾ യു ഇനിഷ്യൽ നിന്ന് യു ഫൈനലാണ് മൈനസ് ചെയ്യുന്നത്. യു ഇനിഷ്യൽ നിന്നും യു ഫൈനൽ മൈനസ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ പോസിറ്റീവ് കിട്ടിയാൽ അതിന്റെ അർത്ഥം എനർജി ലോസ്, നെഗറ്റീവ് കിട്ടിയാൽ അതിന്റെ അർത്ഥം എനർജി ഗെയിൻ, 0 കിട്ടിയാൽ അതിന്റെ അർത്ഥം നോ ലോസ് നോ ഗെയിൻ. ശരി, നമുക്ക് നോക്കാം. ഇനിഷ്യൽ എനർജി ഹാഫ് C1 V1 സ്ക്വയർ എ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ എ മൈനസ് ഫൈനൽ എനർജി ദാറ്റ് ഈസ് ഹാഫ് C1 പ്ലസ് C2 ഇൻറ്റു V സ്ക്വയർ. ഇനി ഡെറിവേഷൻ ഞാൻ നടത്തുന്നില്ല. ഇവിടെ കിട്ടിയ ഈ കോമൺ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യുക. അത് ഞാൻ സോൾവ് ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ ജോലി, മാത്തമാറ്റിക്സ്. സോൾവ് ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ ദാ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. യു ഇനിഷ്യൽ മൈനസ് യു ഫൈനൽ. ഇത് നിങ്ങൾ അവിടെ ഡിറൈവ് ചെയ്യാനൊന്നും നിൽക്കരുത്, ഡിറൈവ് ചെയ്യാനൊന്നും നിങ്ങൾ നിൽക്കരുത്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് വി ഹിയർ ആൻഡ് സോൾവിംഗ് ഫൈനലി വി ഗെറ്റ് ദിസ് ആൻസർ എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. മറ്റേത് മെനക്കേടാണ്, ഇങ്ങനെ LCM ഒക്കെ എടുത്ത് സ്ക്വയർ ചെയ്യുന്നതൊക്കെ മെനക്കേടാണ്. ഇത് ആലോചിച്ച് നോക്കി, ഇതിന്റെ സ്ക്വയർ എടുക്കുക, ഇതിന്റെ സ്ക്വയർ എടുത്ത് ഇവിടെ ഇടുക, അപ്പൊ ഇതിന്റെ സ്ക്വയർ വരും A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അയ്യോ, അത് മെനക്കേടാണ്. നിങ്ങൾ അത്ര ഇമ്പോർട്ടൻറ്റ് ഇതങ്ങ് പഠിച്ചു വയ്ക്കണം, പക്ഷെ കാണാതെ. എന്നിട്ട് നമ്മൾ എന്ത് പറയും? കപ്പാസിറ്റി ഒരിക്കലും നെഗറ്റീവ് വരില്ല, അതുകൊണ്ട് ഹാഫിന് ഒരിക്കലും നെഗറ്റീവ് വരില്ല. C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 നെഗറ്റീവ് വരില്ല. കപ്പാസിറ്റി ഒരിക്കലും ഒരുത്തന്റെ കപ്പാസിറ്റി -5 എന്ന് ആരെങ്കിലും പറയും? നീ എത്ര ഇഡ്ഡലി കഴിക്കും? ഞാൻ -5 ഇഡ്ഡലി കഴിക്കും എന്നാരും പറയൂല. 5 അല്ലെങ്കിൽ 3 2 അതേ പറയത്തുള്ളൂ. പ്ലസ് കപ്പാസിറ്റി ഈസ് ആൾവേസ് പോസിറ്റീവ്. V1 മൈനസ് V2 നെഗറ്റീവ് ആകാം, കാരണം V2 കൂടുതലാണെങ്കിൽ V1 മൈനസ് V2, പക്ഷെ അതിന്റെ സ്ക്വയർ അല്ലേ എടുക്കുന്നത്. അതുകൊണ്ട് ഈ സാധനം ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ 0, ഒരിക്കലും നെഗറ്റീവ് വരില്ല. 0 വരുന്നത് എപ്പോൾ? V1 ഉം V2 ഈക്വൽ ആണെങ്കിൽ 0 വരാം. V1 ഉം V2 ഈക്വൽ, രണ്ടുപേരുടെയും വോൾട്ടേജ് സെയിം ആണെങ്കിൽ ഈക്വൽ വരാം. അപ്പൊ ഇവിടെ എന്തിനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ? ഹിയർ ദിസ് ഈസ് എയ്തർ പോസിറ്റീവ് ഓർ 0. അതിന്റെ അർത്ഥം ഇവരെ കണക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കുറച്ച് എനർജി ലോസ് ആകും. ലോസ് പോസിറ്റീവ് വന്നാൽ ലോസ് ആണ്, കാരണം ഇനിഷ്യൽ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ഫൈനൽ എനർജി. ദാറ്റ് മീൻസ് ഫൈനൽ എനർജി ഈസ് ലെസ്. ഫൈനൽ എനർജി ലെസ് ആണെന്നുണ്ടെങ്കിൽ എനർജി ലോസ്. അപ്പൊ നമ്മുടെ ഒരാൾ ചോദിക്കുകയാണ്, ഇവർ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്തപ്പോൾ എത്ര എനർജി ലോസ് ആയി? ഇത്രയും. What is the energy loss? Half C1 C2 divided by C1 plus C2 into V1 minus V2 the whole square. This is the energy loss. അല്ലെങ്കിൽ ലോസ് ആകാതിരിക്കാം. ഇത്രയും എനർജി എവിടെ പോയി സാർ? എന്താ സംഭവം എന്നറിയാമോ? ഇവിടെ നിന്ന് ചാർജ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ കുറെ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. അത്രയും ഹീറ്റായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഒരാൾ ചോദിക്കുന്നത് എന്തുമാത്രം ഹീറ്റ് എനർജി ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ആൻസർ. എത്ര എനർജി നഷ്ടപ്പെട്ടു? ഹാഫ് C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ. എത്ര ഹീറ്റ് എനർജി? അപ്പൊ ഹീറ്റ് എനർജി ഉടനെ I² RT ഒന്നും എഴുതി വെച്ചുകൊണ്ടിരിക്കരുത്. ഹിയർ ദ ഹീറ്റ് എനർജി ലോസ് ഈസ് ഈക്വൽ ടു ഹാഫ് C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ തന്നെ. അപ്പൊ എനർജി ലോസ് ആകാതിരിക്കുന്ന എപ്പോഴാ സാറേ? രണ്ടുപേരുടെയും വോൾട്ടേജ് സെയിം ആണെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യത്തില്ല.
ചാർജ് ഫ്ലോ ചെയ്തില്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടായില്ലെങ്കിൽ ലോസും ഉണ്ടാവില്ല. അപ്പോൾ when these two conductors are connected by a wire, then charge flows from higher potential to lower potential until their potentials are changed to a common value. That common potential is equal to C important C1 V1 plus C2 V2 divided by C1 plus C2, and because of this there is some energy loss. That energy loss is equal to half C1 C2 divided by C1 plus C2 into V1 minus V2 the whole square. This energy is lost in the form of heat ആയിട്ട് എനർജി നഷ്ടപ്പെട്ടു. അത്ര എനർജി ഹീറ്റായിട്ട് എനർജി. അപ്പോൾ ഹീറ്റ് എനർജി എത്ര നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആൻസർ ഇത് തന്നെയാണ്. ഇനി ഞാൻ ഇവിടെ പറഞ്ഞ ഒരു ടേം ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു, ഇത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ രണ്ട് കണ്ടക്ടേഴ്സിനെ എടുത്തു, രണ്ട് കണ്ടക്ടേഴ്സ്. ഇവന്റെ കയ്യിൽ 10 ചാർജ്, ഇവന്റെ കയ്യിൽ 110 ചാർജ്. ഇവരെ രണ്ടുപേരെയും കൂടി ഞാൻ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതാണ് ഞാൻ പറയുന്നത്. ഇവരുടെ കപ്പാസിറ്റി 1ഉം ഇവന്റെ കപ്പാസിറ്റി 2ഉം ആണെന്ന് കരുതുക. ഇവന്റെ കപ്പാസിറ്റി സിയും ഇവന്റെ കപ്പാസിറ്റി 2C ആണെങ്കിൽ എന്ത് സംഭവിക്കണം? Q1 ഡാഷ് ഡിവൈഡഡ് ബൈ Q2 ഡാഷ് എന്തായിട്ട് മാറണം? Q1 ഡാഷ് ഡിവൈഡ് ബൈ Q2 ഡാഷ് ഇസ് ഈക്വൽ 1/2 C/2C. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ ചാർജും ഈ ചാർജും കൂടെ ആഡ് ചെയ്യുമ്പോൾ 120 ചാർജിനെ കിട്ടും. ഇവൻ 40 ചാർജിനെ എടുക്കും, ഇവൻ 80 ചാർജിനെയും എടുക്കും. മൊത്തം ചാർജ് 120 അല്ലേ? അതെ, 80 + 40 120 ആണ്. ഇവന്റെ ഡബിൾ ചാർജ് ഇവനോട്, അതാണ് Q1 ഡാഷ് ബൈ Q2 ഡാഷ് 1:2. 1:2 റേഷ്യോയിൽ അവർ ചാർജിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എപ്പോഴ്? ഇവന്റെ കപ്പാസിറ്റി സിയും 2C ആണെങ്കിൽ. അപ്പൊ ഇനിഷ്യലി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കപ്പാസിറ്റി ചാർജ് എത്രയായിരുന്നു? ഇനിഷ്യലി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ചാർജ് എന്ന് പറയുന്നത് ഇതായിരുന്നു, സിയും 2C ആയിരുന്നു. സോറി, 10ഉം 110ഉം ആയിരുന്നു. കണക്ട് ചെയ്തപ്പോൾ അവരുടെ ചാർജ് 40ഉം 80 ആയിട്ട് മാറും. ഇത് നമ്മളൊന്നും പറയണ്ട, അവരങ്ങ് ചെയ്തോളൂ. അടുത്തതാണ് ക്വസ്റ്റ്യൻ. ഇവരുടെ കപ്പാസിറ്റി സിയും 3C ആയിരുന്നെങ്കിലോ സാറേ? ഞാൻ പറഞ്ഞ അവർ ചെയ്യുന്നത് ടോട്ടൽ ചാർജ് 120യെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 120യെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 കിട്ടും. അതിനകത്ത് ഒരു പാർട്ട് ഇവന് കൊടുക്കും, ബാക്കി 90 ഇവന് കൊടുക്കും. 90 + 30 എത്രയാണ്? 120. ചാർജിന്റെ റേഷ്യോ എത്രയാണ്? 1:3. ഇനി ഇവരുടെ കപ്പാസിറ്റി സിയും ആയിരുന്നെങ്കിലോ സാറേ? സിയും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? 120 എടുത്തിട്ട് രണ്ടുപേരും 60 എടുത്തേനെ, 1:1. ഇതൊന്നും നമ്മളാരും പറയേണ്ട കാര്യമില്ല, അവർ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അങ്ങനെ ചാർജിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ അവസാനം പറഞ്ഞ കാര്യം, ഇതാണ്. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. വീസ്റ്റൺസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, വീസ്റ്റൺസ് നെറ്റ്വർക്ക്. അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിന്റെ ഡെറിവേഷനും ഒക്കെ ഉണ്ട്. വീസ്റ്റൺസ് നെറ്റ്വർക്ക് ജസ്റ്റ് ഒന്നറിയുക. ഏതെങ്കിലും ഒരു സർക്യൂട്ടിനകത്ത് നമ്മൾ 4 കപ്പാസിറ്റേഴ്സിനെ എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. 1, 2, 3, 4. ഇത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത് അടുത്ത ഇതിനകത്താണ് വിശദമായിട്ട് പഠിക്കാനുള്ളത്. ഇത് C1, ഇത് C2, ഇത് C3, ഇത് C4 ആൻഡ് ദിസ് ഈസ് C5. ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയും. അപ്പൊ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ആൻഡ് എ ബാറ്ററി ഈസ് കണക്റ്റഡ് ആൻഡ് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് ഡി C5 എന്ന് വേറെ 4 കപ്പാസിറ്റർ. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, അതിന്റെ വിശദമായിട്ടുള്ള സ്റ്റഡി നമ്മൾ ഇലക്ട്രിക് കറണ്ടിനകത്ത് നമ്മൾ പഠിക്കും. ഇതിനകത്ത് വിശദമായിട്ട് വേണ്ട. ഇഫ് C1 divided by C2 is equal to C3 by C4, ഇതേ ബൈ ഇതേ ഈസ് ഈക്വൽ ടു ഇതേ ബൈ ഇതെന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം ചാർജ് അക്രോസ് C5, ആ 5th കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജ്, നടുക്കിരിക്കുന്ന കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജ് 0 ആയിരിക്കും. ഇവന് ചാർജ് കിട്ടില്ല. കപ്പാസിറ്ററിന്റെ ജോലി ചാർജിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ചാർജിനെ കിട്ടിയില്ല പിന്നെ അവൻ അവിടെ ഇരിക്കുന്നതിന് ഈ കപ്പാസിറ്ററിനെ നമുക്കങ്ങ് അഴിച്ചു കളയാം. ആ കപ്പാസിറ്ററിനെ വേണമെങ്കിൽ നമുക്ക് അഴിച്ചങ്ങ് കളയാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടേ? അപ്പൊ ഇഫ് C1 by ഇപ്പൊ ഇത് 5,
ഇത് 10, ഇത് 2, 4. അതിന്റെ അർത്ഥം എന്താ? 5/10 ഈസ് ഈക്വൽ ടു 2/4. ശരിയല്ലേ? 1/2 ഈസ് ഈക്വൽ 1/2. ഇങ്ങനെ വന്നാൽ നമുക്ക് നടുക്കിരിക്കുന്ന ഈ കപ്പാസിറ്ററിന് ചാർജിനെ കിട്ടില്ല. അതിന് ചാർജിനെ കിട്ടാത്തടത്തോളം ആ കപ്പാസിറ്റർ അവിടെ വെക്കണമെന്ന് നിർബന്ധവുമില്ല, അഴിച്ചു മാറ്റാം. ഇവന് ചാർജ് കിട്ടാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ അവന് ചാർജ് കിട്ടില്ല. ചാർജ് ഈസ് ഈക്വൽ CV, V is a potential difference. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബാലൻസ്ഡ് വീസ്റ്റൺസ് കണ്ടീഷൻ, അല്ലെങ്കിൽ ബാലൻസ്ഡ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. അതായത് C1/C2 is equal to C3/C4. Then charge across the capacitor C5 is equal to 0. അതിന്റെ അർത്ഥം ഈ കപ്പാസിറ്റർ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. റിമൂവ് ചെയ്യണം നിർബന്ധമുണ്ടോ? അത് പലയിടത്തും നമുക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് റിമൂവ് ചെയ്യാം. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. ആ സമയത്ത് ചാർജ് അക്രോസ് കപ്പാസിറ്റർ C5 is equal to 0. കാരണം സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അപ്പം കപ്പാസിറ്റി ചാർജ് ഈസ് ഈക്വൽ Q is equal to CV, where V is a potential difference. Potential difference. Potential difference ഇല്ല. അതിന്റെ അർത്ഥം സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ഈ സമയത്ത് ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് അതിന്റെ കൂട്ടത്തിൽ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇഫ് ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം C1/C2 is equal to C3/C4. അതിന്റെ അർത്ഥം സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം. അതിന്റെ അർത്ഥം C5ന് ചാർജ് ഒന്നും കിട്ടുന്നില്ല, അവനെ വേണമെങ്കിൽ അഴിച്ചു മാറ്റാം. ഇതിന്റെ നമുക്ക് പ്രൂഫുകളെല്ലാം നമുക്ക് ഇലക്ട്രിക് കറണ്ടിനകത്ത് വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ പ്രൂഫ് ഉൾപ്പെടെ നമുക്ക് പഠിക്കാറുണ്ട്. നമുക്ക് അവിടെ പഠിക്കാം. കാരണം നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ പ്രൂവ് ചെയ്യണം. C1/C2 C3/C4 എന്നൊക്കെ അവിടെ C1/C2 അല്ല, R1/R2 R3/R4 എന്നൊക്കെ പ്രൂവ് ചെയ്യണം. അത് നമുക്ക് അവിടെ പ്രൂവ് ചെയ്തോളാം. അപ്പൊ ഇത് തൽക്കാലം പഠിച്ചു വയ്ക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് C1/C2 is equal to C3/C4 ആ കപ്പാസിറ്ററിനെ അഴിച്ചു മാറ്റാം എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. ഇനി നമുക്ക് അടുത്തത് നമുക്കിപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇതുകൊണ്ട് ഏകദേശം തീർന്നു. ഇനി ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്, ദാറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അതിന് മുമ്പ് ഓർക്കുക, ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചതിന് ശേഷം കുറച്ച് പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യണം. കപ്പാസിറ്റേഴ്സിന്റെ പ്രോബ്ലം നമുക്ക് കുറച്ച് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാം. ആ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ വരുന്നത് അപ്പം നെക്സ്റ്റ് ക്ലാസ്. അതിന് മുമ്പ് നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഇതിനകത്തൊക്കെ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ഒക്കെ അറിയാൻ മേത്തൽ അത് പോയി നോക്കിക്കോണം. ഗ്രാഫുകൾ അറിയാൻ മേത്തൽ അതും പോയി നോക്കിക്കോണം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതൊക്കെ ചെയ്തോണം. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ബേസിക്സ്. അപ്പം ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് തീർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഗ്രാജുവലി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ റീവൈൻഡ് ചെയ്തിട്ട് പതുക്കെ കേൾക്കുക. നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ കൂട്ടി ഗ്രാജുവലി സ്ലോയിൽ ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ നമ്പറിൽ വിളിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് ഡൗട്ടുകൾ, മറ്റ് ക്വസ്റ്റ്യൻസ് അകത്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ അയച്ചിരുന്നാൽ മതി. അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് അയക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ തിയറി പാർട്ടെല്ലാം ക്ലിയർ ചെയ്യുക. എഴുതി പഠിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, എഴുതി പഠിക്കണം. ഡെറിവേഷൻസ് എഴുതി പഠിക്കണം. ഇക്വേഷൻസ് എല്ലാം കാണാതെ മനസ്സിലാക്കി വെക്കണം. മനസ്സിലാക്കിയ ശേഷം കാണാതെ പഠിക്കണം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിനകത്തേക്ക് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ തയ്യാറായിട്ട് വരിക. ഓക്കെ, ബൈ.